കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം എങ്ങും എത്തിയില്ലെന്ന ആക്ഷേപം. 6 കിലോ സ്വർണം കൊടിമരം പൂശാൻ ഉപയോഗിച്ചെങ്കിലും 3 മാസം കൊണ്ട് കറുത്തുപോയി. പ്രാഥമിക അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തി 10 വർഷം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. ശബരിമല വിവാദത്തിന് പിന്നാലെയാണ് ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ സ്വർണം പൂശൽ തട്ടിപ്പ് വീണ്ടും ഉയർന്നുവരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ 2013 ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തർ സ്വരൂപിച്ച തുക കൊണ്ടാണ് സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത്. മാസങ്ങൾക്കുള്ളിൽ കൊടിമരത്തിലെ സ്വർണ്ണപ്പറകളുടെ നിറം മങ്ങിയതോടെ ഭക്തർ കോടതിയെ സമീപിച്ചു. ദേവസ്വം വിജിലൻസ് ഗോകുമാർ സാർ അന്വേഷിച്ചപ്പോൾ ഇത് അഴിമതി നടന്നുള്ളതായിട്ട് കണ്ടെത്തിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്ത് അങ്ങനെ സ്റ്റേറ്റിനെ കക്ഷി ചേർത്തപ്പോൾ ലോക്കൽ പോലീസ് കേസെടുത്ത് വിജിലൻസിന് കൈമാറി. ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയിൽ നിറവ്യത്യാസമുണ്ട് എന്നും അഴിമതി നടന്നെന്നും കണ്ടെത്തി റിപ്പോർട്ട് നൽകി. തുടർ നടപടികൾ 12 വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല. താത്കാലികമായി സ്ഥാപിച്ച ചെമ്പ് കൊടിമരം മാറ്റി സ്വർണ്ണ കൊടിമരം നൽകണമെന്നതാണ് പ്രധാന ആവശ്യം. സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാര് ഭക്തജനങ്ങള് ഭഗവാന് സമർപ്പിച്ച 6 കിലോ സ്വർണം അത് ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് സ്വർണ്ണ കൊടിമരത്തിനായാലും അല്ല, അത് പൊരിക്കാൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത് എത്രയായാലും തന്നെ ആ സ്വർണം നമ്മുടെ ശാസ്താംകോട്ട ക്ഷേത്രത്തിന് അർഹതപ്പെട്ടതാണ്. വിശ്വാസികളുടെ പണം ഉപയോഗിച്ച് കൊടിമരം സ്വർണം പൂശിയതിൽ അഴിമതി കാണിച്ചവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്ന് ഒരു നാടാകെ ആവശ്യപ്പെടുന്നു. കൊല്ലത്തുനിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.